ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്ട്രേലിയ എന്നുള്ള പോയമാണ് എടുക്കാൻ പോകുന്നത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ A.D. ഹോപ്പ് എഴുതിയിട്ടുള്ള പോയാണ് ഏത് ഓസ്ട്രേലിയ എന്നുള്ള പോയം. അപ്പോൾ ഇതിൽ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ A.D. ഹോപ്പിൻ്റെ മദർ കൺട്രി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നതാണ് ഇത്. അതിൽ A.D. ഹോപ്പ് അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ടിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജ്യം എങ്ങനെ ആയിരിക്കണം, തൻ്റെ രാജ്യം എങ്ങനെ ആവണം, എത്രമാത്രം ഇനി അത് മാറണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റാൻസ വൈറ്റ് സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റാൻസ: എ നേഷൻ ഓഫ് ട്രീസ്, drab green and desolate grey in the field uniform of modern wars darkens her hills, those endless outstretched paws of sphinx demolished or stone land worn away. ഇതിൽ പറയുന്നത് ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് എന്താണ്? ആ ഒരു രാജ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനോടെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നേഷൻ ഫുൾ ഓഫ് ട്രീസ്, മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് ഗ്രീനായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമാണ്. പക്ഷേ ആ ട്രീസൊക്കെ എന്താണ്? ഡെസലേറ്റ് ആൻഡ് ബ്ലീക്ക് എന്ന് വെച്ചാൽ അതിന് കളറില്ല, ഒരു ഗ്രേ കളറായിട്ട് നിൽക്കുന്നത്. ആ മരങ്ങൾക്കൊക്കെ അതിൻ്റെ ലൈവ്ലിനെസ് നഷ്ടമായിരിക്കുന്നു, ജീവനില്ലാത്തതുപോലെയാണ് ആ മരങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. ഓസ്ട്രേലിയ നേഷൻ ഓഫ് ട്രീസ് എന്ന് പറയുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായി നിൽക്കേണ്ട ഒരു സ്ഥലത്ത് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡെസലേറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ലൈഫ്ലെസ്നെസ്. ആ ഒരു ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് തരുന്നതാണ് പോയത്തിൽ കേട്ടോ. ആ ഒരു ജീവനില്ലായ്മയെ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ ഓരോ മൊണോട്ടണസ് ആയിട്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ടാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ അടുത്ത പറയുന്നത് എന്താണ്? പീപ്പിൾ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ഫേസ്. നമ്മൾ നമ്മുടെ മുഖത്തിനെ ഭംഗിയാക്കാൻ, നമ്മുടെ മുഖത്തെക്കുറിച്ച്, ഫേസിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ആരും തന്നെ ആ കൺട്രിയുടെ ഫേസിനെ, ആ ഒരു രാജ്യത്തിനെ കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല. പിന്നെ പോയിട്ട് ഇതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഓസ്ട്രേലിയ ടു സ്ഫിങ്സിനോട് കമ്പയർ. സ്ഫിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രീച്ചർ സിംബലൈസസ് ഗ്രേറ്റ് വിസ്ഡം. വിസ്ഡത്തിനെ സിംബലൈസ് ചെയ്യുന്ന ക്രീച്ചറാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഫിങ്സിനെ പോലെയാണ്. പിന്നെ അവിടുത്തെ കുന്നുകളെയൊക്കെ ഈ സ്ഫിങ്സിൻ്റെ അതിൻ്റെ നഖങ്ങളോട് കമ്പയർ ചെയ്യണു. എന്ന് വെച്ചാൽ എന്താണ്? അതിന് അതിൻ്റെതായ ഒരു ഗ്രേറ്റ് വിസ്ഡം അല്ലെങ്കിൽ ആ ഒരു ആഢ്യത്വം അല്ലെങ്കിൽ ആ ഒരു ഓസ്ട്രേലിയ എന്ന പറയുമ്പോൾ തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു ഗാംഭീര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അതിനെല്ലാം ഒരു ലൈഫ്ലെസ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റാൻസയിൽ ദേ കോൾ ഹർ എ യങ് കൺട്രി ബട്ട് ദേ ലൈ. അവർ ഈ രാജ്യത്തിനെ യങ് കൺട്രി ആയിട്ട് പറയണു. ഒരു യങ്ങായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ, അവിടെ ഒരു വുമണ്ണോടാണ് ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ആരെയോട് കമ്പയർ ചെയ്യാണ്. ബട്ട് ദേ ലൈ. പക്ഷെ അവരെന്താണ്? അവർ നുണയാണ് പറയുന്നത്. ഷീ ഈസ് ദ ലാസ്റ്റ് ഓഫ് ലാൻഡ്സ്. എല്ലാത്തിൽ നിന്നും അവസാനമാണ് ഓസ്ട്രേലിയ. എംപ്റ്റി ആണ്, അതിലൊന്നും തന്നെ ഇല്ല. എ വുമൺ ബിയോണ്ട് ഹർ ചേഞ്ച് ഓഫ് ലൈഫ്. അതിൽ ഒരു ആ ഒരു വുമൺ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എ ബ്രസ്റ്റ് സ്റ്റിൽ ടെൻഡർ ബട്ട് വിത്തിൻ ദ വൂം ഈസ് ഡ്രൈ. ആ സ്ത്രീയുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ടെൻഡറാണ്, പക്ഷെ അതിൻ്റെ വൂം മീൻസ് ഗർഭപാത്രം ഇപ്പോഴും ഡ്രൈ ആണ്. അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ തന്നെ അതിനെ യങ് കൺട്രി ആയിട്ട് പറയുമ്പോൾ പോയിട്ട് പറയാണ് ഷീ ഈസ് നോട്ട് യങ്, ഷീ ഈസ് ജോഗ്രഫിക്കലി വെരി ഓൾഡ്. ആ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ വളരെ ഓൾഡായിട്ടുള്ള ഒരു കൺട്രിയാണ്. പിന്നെ ഈ ഒരു എങ്ങനെയാണോ അതിനെ റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനും അപ്പുറമാണ്. ഹർ ബ്രസ്റ്റ് ഈസ് സ്റ്റിൽ ടെൻഡർ വെൻ ഹർ വൂംബ് ഈസ് ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ലാക്ടേഷൻ, മുലയൂട്ടാനുള്ള കഴിവുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ഫെർട്ടിലിറ്റി അതിന് നഷ്ടപ്പെട്ടു. വൂംബ് ഡ്രൈ ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ത്രീക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നതിലൂടെ ആ രാജ്യത്തിന് പുരോഗതി വരാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല. അതിൻ്റെ ആ ഫെർട്ടിലിറ്റി, അതിൻ്റെ ആ ലൈഫ് ഇല്ലാണ്ടായിരിക്കുന്നു, അത് ലൈഫ് ലെസ്സായി മാറിയിരിക്കുന്നു.
എന്നുവെച്ചാൽ ലാൻഡ് ഡള്ളും ഡ്രൈയും അതുപോലെ തന്നെ ഡെസലേറ്റും എംറ്റിയും ഒക്കെ ആണ്. അതിന് അതിൻ്റേതായ ട്രഡീഷനോ അതിൻ്റേതായ കൾച്ചറോ അതിൻ്റേതായ ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഇല്ല. ഓസ്ട്രേലിയക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അതിന് അതിൻ്റേതായ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത തേർഡ് സ്റ്റാൻസ, വിത്തൗട്ട് songs, architecture, history, the emotions and superstitions of younger lands, her rivers of water drown among inland sands, river of her immense stupidity. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണ്? ഇതും ക്രിട്ടിസൈസ് ചെയ്യണം. അതിൻ്റേതായ ഓസ്ട്രേലിയക്ക് അതിൻ്റേതായ ഒരു ഹിസ്റ്ററിയോ അതിൻ്റേതായ ഒരു ആർക്കിടെക്ചറോ അതിൻ്റേതായ ഒരു സോങ്ങോ ഒന്നും ഓസ്ട്രേലിയയുടെ സോങ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യയുടേതായ ഒരു ശില്പകല അല്ലെങ്കിൽ ഇന്ത്യയുടേതായ കൾച്ചർ, ഇന്ത്യക്ക് ആയിട്ടുള്ള സോങ്സ് ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ അതിന് അതുപോലെ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള അതിൻ്റെ കൾച്ചർ ഹെറിറ്റേജ്, അതിൻ്റെ ആ പാരമ്പര്യം ഇതൊന്നും തന്നെ ഓസ്ട്രേലിയക്ക് ഇല്ല. ആൻഡ് ഷീ ക്യാൻ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബി ഗ്രേറ്റ്. അതിന് വലിയൊരു രാജ്യമാവാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ, ആ കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ റിവേഴ്സ് ഇപ്പോഴും എന്താണ്, മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ റിവേഴ്സൊക്കെ ഡ്രൈ ആയിരിക്കുന്നു. ഷീ ഈസ് നോട്ട് പ്രോപ്പർലി നാവിഗേറ്റഡ് സോ ആസ് ടു എൻഷുർ ദ ഷിപ്പ് ലാൻഡ്സ് അസ് ഇറ്റ്സ് പ്രോപ്പർ ഡെസ്റ്റിനേഷൻ. എന്ന് വെച്ചാൽ അതിൽ അവരൊന്നും തന്നെ എന്താണ് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതിലൂടെയുള്ള യാത്രകളോ അതിലൂടെയുള്ള ബിസിനസ്സോ ട്രേഡ് അങ്ങനെ ഒന്നും തന്നെ, പോർട്സ് ഉണ്ടാക്കുക അങ്ങനെ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും ആ രാജ്യത്തിൽ നടക്കുന്നില്ല എന്നതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി സ്റ്റാൻസ 4, floods are monotonous tribes from cairns to Perth. In them at last the ultimate men arrive, whose boast is not we live but we survive, a type who will inhabit the dying earth. ഇനി ഫ്ലഡ്സ് ആർ മൊണോട്ടണസ് ട്രൈബ്സ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്, കേയേൺസ് മുതൽ പേർത്ത് വരെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ട്രൈബ്സ്, അവരെല്ലാവരും തന്നെ ഡള്ളായിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അവർക്കൊരു യാതൊരു വിധത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും ഇല്ല. ഈ ട്രൈബ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കേൺസ് മുതൽ പേർത്ത് വരെയുള്ള ആ പ്രദേശം. അവിടത്തേക്ക് അൾട്ടിമേറ്റ് മെൻ, അവസാനത്തെ ആൾക്കാരും വരുന്നു. അവരിലും എന്തില്ല, ആ ഒരു ഹാപ്പിനെസ് ഓഫ് ലിവിങ് ഇല്ല, ആ ഒരു സന്തോഷമില്ല. അവരും എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സർവൈവ് ചെയ്താൽ മതി എന്ന് മാത്രമാണ് അവിടെ അവർക്കുമുള്ളത്. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള മൈഗ്രേറ്റേഴ്സ് ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഓക്യുപ്പൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ജീവിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാൻസ 5 പറയുന്നത്, and her 5 cities like 5 teeming souls, each drains her a vast parasite robber state where second-hand Europeans pollutate timidly on the edge of alien shores. ഇതിൽ പറയുന്നത് ഓസ്ട്രേലിയയുടെ 5 മേജർ സിറ്റീസ്, അതായത് മെൽബൺ, സിഡ്നി, പേർത്ത്, കാൻബറ, അഡലേഡ്, ഇതാണ് ഓസ്ട്രേലിയ 5 മേജർ സിറ്റീസ് ആയിട്ട് പറയുന്നത്. ഈ സിറ്റീസിലൊക്കെ തന്നെ ഓവർ പോപ്പുലേറ്റഡ് ആണ്, പോപ്പുലേഷൻ കൂടുതലാണ്. അവർ അവിടെയുള്ള ആ കുറച്ച് റിസോഴ്സസിനെയൊക്കെ എന്ത് ചെയ്യണു, അതിനെയൊക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നു, ഡ്രെയിൻ ചെയ്ത് അതെല്ലാം നഷ്ടമായി പോണു. ഇനി അവിടേക്ക് ഈ യൂറോപ്യൻസ് വരണു. അവരും എന്താ ചെയ്യുന്നത്, ഇവരുടെ ആ ഉള്ള വെൽത്തിനെ, ഉള്ള റിസോഴ്സസിനെ എന്താണ് ഊറ്റിയെടുക്കാനാണ് നോക്കുന്നത്. അല്ലാതെ ഉള്ളതിനെ എന്താണ് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുക, അതിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, എങ്ങനെയുള്ളതൊന്നും തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഇനി 6th സ്റ്റാൻസയിൽ പറയുന്നത്, there are some like me turn gladly home from the lush jungle of modern thought to find the Arabian desert of human mind, hoping if still from the desert the prophets come. അപ്പോൾ അതിലും എന്നെ പോലുള്ള ആൾക്കാർ, അതായത് ഹോപ്പിനെ പോലുള്ള ആൾക്കാർ എന്ത് പ്രതീക്ഷിക്കുകയാണ്, ഈ ലാൻഡ്സ്കേപ്പിലേക്ക് പ്രോഫറ്റ്സിനെ പോലെ അറേബ്യൻ ഡെസേർട്ടിൽ നിന്നും ആര് വരും എന്നാണ് പറയുന്നത്, പ്രവാചകന്മാർ ഇവിടേക്ക് വരും. ഇവിടേക്ക് കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എവിടെ നിന്നെങ്കിലും, അതായത് അറേബ്യൻ ഡെസേർട്ട് എന്നാണ് പറയുന്നത്, അവിടെ നിന്ന് പ്രോഫറ്റ്സ്, അതായത് പ്രവാചകന്മാർ ഇവിടെ എത്തും. ഈ രാജ്യത്തിനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറയും. ഓസ്ട്രേലിയയെക്കുറിച്ച് ഗുഡ് ന്യൂസ് ആയിരിക്കും അവർ പറയുക. അപ്പോൾ ആ ഗുഡ് ന്യൂസിന് വേണ്ടി അദ്ദേഹം
പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ആൻഡ് സച്ച് സാവേജ് ആൻഡ് സ്കാർലറ്റ് ആസ് നോ ഗ്രീൻ ഹിൽ സ്റ്റേഴ്സ് സ്പ്രിങ്സ് ഇൻ ദാറ്റ് വേസ്റ്റ് സം സ്പിരിറ്റ് വിച്ച് എസ്കേപ്പ് ദ ലേൺഡ് ഔട്ട് ചാപ്റ്റർ ഓഫ് കൾച്ചേർഡ് ഏപ്സ് വിച്ച് ഈസ് കോൾഡ് സിവിലൈസേഷൻ ഓവർ ദർ. ഈ വരികളിലൂടെ പോയിട്ട് ധൈര്യത്തോടെ ബോൾഡായിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്യാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൾച്ചേർഡ് എയ്പ്സ് ആണെന്ന് പറയണോ? കൾച്ചേർഡ് എയ്പ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആദ്യകാല രൂപം അല്ലേ, ആ എയ്പ്സ് ആണെന്ന് പറയണു. പക്ഷേ അവർ സിവിലൈസ്ഡ് അല്ല, അവർ കൾച്ചേർഡ് അല്ല, അൺസിവിലൈസ്ഡ് ആണ്, അൺകൾച്ചേർഡ് ആണ്. അപ്പോൾ പക്ഷെ അപ്പോഴും പോയറ്റ് ഹോപ്പ് ചെയ്യാണ്, എന്താ പ്രതീക്ഷിക്കുകയാണ്, ഫോർ എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ഹിസ് കൺട്രി. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്രയാണ് ഈ പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. മെറ്റഫർ ഉണ്ട്, സിമിലി ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, പെർസോണിഫിക്കേഷൻ ഉണ്ട്. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഈ ഒരു രാജ്യത്തെ ഫ്ലഡ്സ് ആർ മൊണോട്ടണസ് ട്രൈബ്സ് ഫ്രം, അതായത് ട്രൈബ്സ് ഒരു ഫ്ലഡ് പോലെയാണ് അവിടെ ആൾക്കാർ കുടിയേറി താമസിക്കുന്നത്, അങ്ങനെ പറയുന്നത്. പിന്നെ സിമിലി എന്ന് പറയുന്നത് ലൈക്ക് ഫൈവ് ടീമിങ് സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അലിട്രേഷൻ എന്ന് പറയുന്നത് സെയിം സൗണ്ടിൽ വരുന്നത്, സാവേജ്, സ്കാർലറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ പെർസോണിഫൈ ചെയ്യുന്ന എന്താണ്? രാജ്യത്തെ ആണ്. ഹേർ ഫൈവ് സിറ്റീസ് എന്ന്, അവൾ എന്ന് ആ രാജ്യത്തെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പെർസോണിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഓസ്ട്രേലിയ എന്നുള്ള പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുക. ഈ ഒരു പോയത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് മാത്രം നോക്കി നിങ്ങൾ എക്സാമിന് പോയാൽ പാസ്സാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ. അപ്പോൾ അതങ്ങനെ അല്ല, ഇത് നിങ്ങൾ കേൾക്കുക, ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടെ മെറ്റീരിയൽ പഠിക്കുക, നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, സമ്മറി പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓക്കെ.